ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? കുറച്ച് മഴ തോന്നി നിൽക്കുന്നു. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ എന്താ കാരണമെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. യൂട്യൂബ് തുടങ്ങാൻ എന്താണ് നമുക്ക് കാരണം? ഒരു വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. പിന്നെ രണ്ടാമത് എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ എടുത്തിട്ട് ഞാൻ സഹായത്തിന് വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ചോദിച്ച് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിവോഴ്സാണ്. ഓക്കെ മക്കളെ, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് 3 കുട്ടികളാണ്. കല്യാണം കഴിക്കാൻ എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കല്യാണം കഴിക്കുന്നില്ല. ഇനി നിങ്ങൾ ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ അങ്ങനെ സഹായിക്കാം, ഇങ്ങനെ സഹായിക്കാം. എനിക്ക് നേരായ മാർഗത്തിൽ ആരെങ്കിലും പൈസ തരണമെങ്കിൽ അൽഹംദുലില്ലാ, എൻ്റെ വീട് പണി ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ ഫില്ലറില്ലേ, അതിൽ മണ്ണിടുന്നുണ്ട്. ഇനി കിണർ കെട്ടണം, കാരണം കിണർ ഇതുവരെയും തുറന്നിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് പോവാൻ എന്താ കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇസ്ലാമിലല്ല താമസിക്കുന്നത്. പിന്നെ അത് നമ്മൾ തിരക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവരോരോ മതമാണ്. ഞാൻ ജനിച്ചോട്ട് മരിക്കുന്നവരെ ഇസ്ലാമിൽ നിൽക്കണമെന്നാണ് എൻ്റെ നിയത്തും. എൻ്റെ മക്കൾ അങ്ങനെ വളർത്തണമെന്നാണ് ആഗ്രഹം. പിന്നെ വാപ്പ അങ്ങനെ ആയതുകൊണ്ട് മക്കൾ അങ്ങനെ ആവുമൊന്നുമില്ല. അതുകൊണ്ട് അള്ള ഉണ്ട്, ഖബറുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മക്കളെ പഠിപ്പിക്കുന്നതും. മതപരമായാലും സ്കൂൾ പഠിത്തമായാലും നല്ല ഒതുക്കമായിട്ട് എന്നെ മക്കളെ വളർത്തുന്നത്. എൻ്റെ മക്കളെ കൊണ്ടിട്ട് ഇന്ന് വരെ ഒരു പേരുദോഷം എനിക്ക് കേൾക്കാൻ ഇട വരുത്തിയിട്ടില്ല. അള്ളാഹു കാക്കട്ടെ, ആമീൻ. എൻ്റെ മക്കളിലാണ് എനിക്ക് പ്രതീക്ഷയില്ല. നമ്മളെ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്ന. മക്കളെ വേണ്ടാന്ന് പറഞ്ഞാലും നമുക്ക് തള്ളമാർക്ക് കളയാൻ പറ്റൂലല്ലോ. എന്തായാലും 3 മക്കൾ വളരുന്നുണ്ട് അൽഹംദുലില്ലാ. മസ്റൂറ ഫാത്തിമ, മുഹമ്മദ് മുഷ്താഖ്, മുഹമ്മദ് മിഫ്സൽ, ഇവർ 3 പേരും വളരട്ടെ. നാളൊരു സമയത്ത് ഒരു യാസീനെങ്കിലും ഓതാ. നമ്മൾ മരിച്ചുപോയി ഖബറിൻ്റെ അടുത്ത് നമ്മൾ മക്കൾ വരുമല്ല. പെൺകുട്ടിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആൺകുട്ടികൾ വരുമല്ലേ. അതുകൊണ്ട് ഒരു കേസ് വഴക്കിനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു അന്യമതത്തിലോട്ട് ഒരു ഹിന്ദു പെൺകുട്ടികൾ പോണത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അന്യമതത്തിലോട്ട് പോണത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇസ്ലാമിലാകുമ്പോൾ ഒന്നും നടക്കൂലല്ലോ. പിന്നെ അതൊക്കെ അവരോരോ ഇഷ്ടമാണ്. പോയി ജീവിച്ചോളുക. എന്തായാലും നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാണ്ടൊരവസ്ഥയായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പോട്ടെ, എല്ലാം പോട്ടെ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നൊരു സങ്കടം മാത്രം. എന്നെ വീട് വെക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണേലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദാനം കൊടുത്തുകൊണ്ട് ആരെയും സമ്പത്തിൽ നിന്നൊന്നും കുറയില്ല. അതിൻ്റെ ഇരട്ടി റബ്ബ് തരും. കാരണം ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മക്കളെ. ഇത് തന്നെ റെൻറ്റ് വീടാണ്. അതന്നെ റെൻറ്റ് തന്നെ 3,500 ഒരു കല്യാണം കഴിക്കാനെന്ന് വെച്ചാൽ ഒരുപാട് പേരും കോണ്ടാക്ട് ചെയ്തത് കല്യാണം കഴിക്കാമെന്നാണ്. മക്കളെ, കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഇനി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പടച്ചോൻ്റെ അനുഗ്രഹം എന്താണ്, പടച്ചോൻ്റെ നാളത്തെ വിധി എന്താണ് എന്ന് പറയാൻ പറ്റില്ല. ഇന്നും 3 മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഉമ്മ ഇപ്പം ഉണ്ട്. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഉപ്പാക്ക് എങ്ങും ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം എൻ്റെ കാര്യം കൊണ്ട് ഭയങ്കര സങ്കടമാണ്. അങ്ങനെ എല്ലാവരും കൂടെ എടുത്തുകൂട്ടിയാണ് വീട് വെക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പം നമുക്ക് ഒരാൾ സഹായിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. 5,000 കൊണ്ടൊരു വീട് നടക്കൂല. 4.5 ലക്ഷം രൂപ വരെയാണ് വാർപ്പ്. അടിസ്ഥാനം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. തടി നമ്മളേലുണ്ട്. അതിനെ അർപ്പിച്ച് എല്ലാം വെച്ചേക്കുന്നത്. ഇനി പണിയണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ മാമാരെ മോൾ ആണ്ട് നാളെയാണ്. മലാമീഹിൻ്റെ മാമാണ് പണി ചെയ്യണത്. മാമാരെ മോൾക്ക് വേണ്ടി മോള് മരണപ്പെട്ടു പോയി. മോളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 24 വയസ്സായേനെ. മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഈ കാണുന്ന എല്ലാവരും. മാമ അത്രയ്ക്ക് ആഗ്രഹിച്ചൊരു മോളായിരുന്നു. പടച്ചോൻ മാമാക്ക് കൊടുത്തില്ല. അതിന് പകരം നമ്മുടെ കുടുംബത്തിൽ അതിന് പകരം ഒരു പേരിട്ടിട്ടുണ്ട് ഒരു കുട്ടിക്ക്, റൈഹാന എന്ന്. പിന്നെ അവളെ കാര്യം ഓർക്കുമ്പോൾ എന്നും സങ്കടമാണ്. ഒരുപാട് എടുത്തുകൊണ്ട് നടന്ന മോളാണ്. എൻ്റെ അനിയൻ്റെ 6 മാസത്തേക്ക് മൂത്തതാണ് കുട്ടി. അപ്പം നിങ്ങൾ ദുആ ചെയ്യണം. മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. പാവം എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം അവൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ 9-ലായപ്പോഴും കണ്ടാണ് അവൾക്കിത് തിരിച്ചറിഞ്ഞത്. പിന്നെ അള്ളാഹു അസുഖങ്ങൾ ഷിഫയാക്കി കൊടുത്ത് വീണ്ടും റബ്ബ് പിന്നെ അള്ളാഹു കാക്കട്ടെ എല്ലാവരെയും. മാരകമായ രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി മക്കളെ, അസ്സലാമു അലൈക്കും.